സൗദി അറേബ്യയിൽ നിന്നാണ്. ഓയിൽ റിഫൈനറിക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. റാസ് തന്നൂറ റിഫൈനറിക്ക് നേരെ നടന്ന നീക്കം പ്രതിരോധ മന്ത്രാലയം തകർത്തു. നാശനഷ്ടങ്ങളില്ല എന്നാണ് സൗദി അറേബ്യ അറിയിച്ചത്. ജലീൽ കണ്ണമംഗലം വിവരങ്ങളുമായി. ജലീൽ, ഇപ്പോൾ എന്താണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്? ആക്രമണ ശ്രമത്തെ പൂർണ്ണമായി തകർത്തു എന്നതാണോ? അനുജ, സൗദിക്ക് നേരെ പുതുതായി പലതവണ ഇറാന്റെ ആക്രമണമുണ്ടായി എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ സൗദി വളരെ വിജയകരമായി പ്രതിരോധിച്ചു. ഏറ്റവും പുതുതായി കിഴക്കൻ പ്രവിശ്യയിലുള്ള റാസ് തന്നൂറയിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു. ആക്രമണ ശ്രമത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ റിഫൈനറിക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യത്തെ ആക്രമണത്തിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടുത്തം ഉണ്ടായിരുന്നു. പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല, സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ സാധിച്ചു. വിവിധ ഭാഗങ്ങൾ ലക്ഷ്യമാക്കി വന്ന 9 ഡ്രോണുകൾ തകർത്തതായി ആദ്യം ഇന്ന് പുലർച്ചെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പിന്നാലെ റിയാദിന് സമീപമുള്ള അൽ ഖർജിനെ ലക്ഷ്യമാക്കി വന്ന 2 ക്രൂയിസ് മിസൈലുകളും സൈന്യം ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി. ഇതിനു പുറമെ കിഴക്കൻ പ്രവിശ്യക്ക് നേരെ ഉണ്ടായ മറ്റൊരു ഡ്രോൺ ആക്രമണവും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.